നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ പോരാട്ട നാടകം തീർന്നു. കണ്ണൂരിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇന്ന് പുലർച്ചെ വീണ ജോർജ് നേരെ തിരുവനന്തപുരത്തേക്ക്. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കാം ICUയിൽ കിടന്ന ഒരു രോഗിയെ നേരെ വാഹനത്തിൽ കയറ്റി 12 മണിക്കൂർ യാത്ര ചെയ്യാനായി ഒരു ആശുപത്രി അധികൃതർ വിടുന്നത്. തൻ്റെ കഴുത്തിന് മാരകമായി പരിക്കേറ്റുവെന്നാണ് വീണ ജോർജ് ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർമാരോട് പറഞ്ഞത്. എന്നാൽ പ്രാഥമിക പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ എക്സ്റേ എടുത്തു നോക്കി. എക്സ്റേയിലും അപകടത്തിൻ്റെ യാതൊരുവിധ ലക്ഷണങ്ങളുമില്ല. തുടർന്നാണ് MRI പരിശോധന നടത്തിയത്. MRI റിപ്പോർട്ട് പ്രകാരം കഴുത്തിലെ കശേരുകൾക്കിടയിലുള്ള ഡിസ്കുകൾ 2 ഇടങ്ങളിൽ നാഡീമൂലാഗ്രങ്ങളിൽ അമർന്നുള്ള സമ്മർദ്ദം കാരണമാണ് വേദന അനുഭവപ്പെടുന്നത്. ഇത് ഒരുവിധം പ്രായമായ സ്ത്രീകൾക്കൊക്കെയുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനം, പിടിച്ചുതള്ളൽ, കഴുത്ത് പെട്ടെന്ന് തിരിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു. തനിക്കെതിരെ പ്രതിഷേധിക്കാൻ വന്ന KSU പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചെടുക്കുന്ന വീണ ജോർജിനെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. ഇതിനിടയിൽ കഴുത്ത് വെട്ടി ഒരുപക്ഷെ ഞരമ്പിന് ക്ഷതമേറ്റിരിക്കാം എന്നാണ് ഡോക്ടർമാർ കണക്കുകൂട്ടുന്നത്. മന്ത്രിയെ വധിക്കാനുള്ള ലക്ഷ്യത്തോടെ മന്ത്രിയുടെ കഴുത്തിന് നേർക്ക് മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്ന ആരോപണമാണ് ഇവിടെ പൊളിഞ്ഞ് തകർന്നു വീഴുന്നത്. മന്ത്രിക്കെതിരെയുള്ള ആക്രമണത്തിന്റെ പേരിൽ SFI പ്രവർത്തകർ DCC ഓഫീസ് കത്തിക്കുകയും ജില്ലയിൽ ഉടനീളം കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. അതിക്രൂരമായ മറ്റൊരു സംഭവം ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച KSU നേതാവിന്റെ വീടിന് നേർക്ക് ഇന്നലെ രാത്രി ബോംബേറ്. ബിദുൽ ബാലന്റെ വടകരയിലെ വീട്ടിലാണ് ആക്രമണം നടന്നത്. അതും പുലർച്ചെ 3 മണിയോടെ. CCTV ദൃശ്യങ്ങൾ പോലീസിന് കൈമാറി. KSU പ്രവർത്തകരെ വധിക്കുകയായിരുന്നു അക്രമികളുടെ ലക്ഷ്യമെന്ന് ഇപ്പോൾ ആരോപണമുയരുന്നു. വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ബോംബേറാണ് വീടിന് നേർക്ക് നടന്നത്. വീടിന്റെ ജനൽ ചില്ലകൾ തകർന്നു. മന്ത്രിക്കെതിരെ കരിക്കൊടി കാണിക്കുകയും പ്രതിഷേധത്തിനിടെ മന്ത്രിക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന കേസിൽ റിമാൻഡിലാണ് ബിദുലിന്റെ വീട്ടിലുള്ള മറ്റുള്ളവരെ കൊലപ്പെടുത്തുകയായിരുന്നു അക്രമികളുടെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് ആരോപണമുന്നയിച്ചു. ഇടതുപക്ഷത്തെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പുകളിടുന്ന അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഇന്നലെ കുറിച്ചു, വധശ്രമമോ അപ്പുക്കുട്ട ഓവറാക്കല്ലേ. എന്നാൽ ഓവറാക്കി അതിനകം തന്നെ എല്ലാം കുളവാക്കിയിരുന്നു വീണ ജോർജ്. സാധാരണ ICUയിൽ പ്രവേശിപ്പിക്കുന്ന രോഗികളെ ICUയിൽ നിന്ന് നിരീക്ഷണത്തിനായി മറ്റു മുറികളിലേക്ക് മാറ്റുന്ന പതിവുണ്ട്. എന്നാൽ ഇവിടെ അതൊന്നും സംഭവിച്ചില്ല. ഇന്നലെ രാത്രി പെട്ടെന്ന് ചേർന്ന മെഡിക്കൽ ബോർഡ് വീണ ജോർജിനെ ഡിസ്ചാർജ് ചെയ്യാനുള്ള തീരുമാനമെടുത്തു. വീണയെ ഇനിയും ICUയിൽ കിടത്തിയാൽ അത് ഡോക്ടർമാർക്ക് നേരെ ആരോപണങ്ങൾ ഉയരാൻ ഇടവരുമെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. വീണ ജോർജിനെ ഡിസ്ചാർജ് ചെയ്ത സംഭവത്തിൽ VT ബൽറാം ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു. അതിങ്ങനെ: കഴുത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അതിൻ്റെ വേദന കഴുത്തിൽ നിന്ന് കൈകളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥയിലുള്ള രോഗിയെ ഒറ്റയടിക്ക് ഡിസ്ചാർജ് ചെയ്ത് ഒരു ആംബുലൻസ് പോലും വിട്ടു നൽകാതെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കാറിൽ പറഞ്ഞയച്ച അവസ്ഥ ഞെട്ടിപ്പിക്കുന്നതാണ്. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയെക്കുറിച്ച് വകുപ്പ് മന്ത്രി തന്നെ മുൻകൈയെടുത്ത് അന്വേഷണം നടത്തണം. വീണ ജോർജിനെ 2 ദിവസം കൂടി ആശുപത്രിയിൽ കിടത്താമായിരുന്നു എന്ന് ചില DYFIക്കാർ ആഗ്രഹിക്കുന്നു. പൊതിച്ചോറൊക്കെ എത്തിച്ചു കൊടുക്കാമായിരുന്നല്ലോ. മുമ്പൊരിക്കൽ രാഹുൽ പാങ്കൂട്ടത്തിന് പൊതിച്ചോറെത്തിക്കാൻ ശ്രമിച്ച DYFIയെ അടപടലം ട്രോളുകയാണ് ചിലർ. വീണയുടെ പേരിലുള്ള ഈ വ്യാജ ആക്രമണ ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. യാതൊരുവിധ പരിക്കുമില്ലാതിരുന്ന വീണ ജോർജിനെ ICUവിൽ പ്രവേശിപ്പിച്ച് ചികിത്സിച്ച ആ വ്യാജ ഡോക്ടർമാരെ തന്നെയാണ് ആദ്യം എതിർക്കേണ്ടത്. വീണ ജോർജിന് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ വലിയ സ്വീകരണങ്ങൾ നൽകേണ്ടതായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഈ നാടകം കൊണ്ട് ആരോഗ്യ മേഖല ആകെ ആടി ഉലഞ്ഞു സാർ എന്ന് വീണ ജോർജ് തന്നെ കേരളത്തെ കാട്ടിക്കൊടുത്തു. ആരോഗ്യവകുപ്പ് മാത്രമല്ല, ആഭ്യന്തര വകുപ്പും അടപടലം പാതാളക്കുഴിയിലാണ് എന്ന് വീണ ജോർജ് തന്നെ കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ കൃത്യമായ രേഖാചിത്രമാണ് ആരോഗ്യമന്ത്രിയെ പ്രവേശിപ്പിച്ചത് വഴി നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണയായി ICUയിൽ പ്രവേശിപ്പിക്കുന്ന രോഗികളെ രോഗാവസ്ഥയിൽ എന്തെങ്കിലും പുരോഗമനമുണ്ടായാൽ നേരെ വാർഡിലേക്കാണ് മാറ്റുന്നത്. പിന്നെ 2-3 ദിവസം അവിടെ കിടത്തി നിരീക്ഷിക്കും. പൂർണ്ണമായും രോഗം ഭേദമായതിനു ശേഷം ഡിസ്ചാർജ് ചെയ്യണം. മിനിമം ഒരു ആംബുലൻസ് എങ്കിലും ഈ രോഗിക്ക് ഒരുക്കി കൊടുക്കേണ്ടതായിരുന്നില്ലേ എന്ന് ഡോക്ടർമാരോടുള്ള ചോദ്യം. ആംബുലൻസ് പോലും നൽകാതെ സർക്കാരിൻ്റെ കാറിലേക്ക് കുത്തിക്കയറ്റി തിരുവനന്തപുരത്തേക്ക് കൊച്ചു വെളുപ്പാങ്കാലത്തെ പറഞ്ഞയച്ച ആ ആരോഗ്യവകുപ്പ് അധികൃതരുടെ മഹാമനസ്കതയുണ്ടല്ലോ.
കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട. വീണ ജോർജിന്റെ തിരുവനന്തപുരത്തേക്കുള്ള പോരിച്ച അക്ഷരാർത്ഥത്തിൽ ഒരു മുങ്ങൽ തന്നെയായിരുന്നു. കണ്ണൂരിൽ നിന്ന് കൊച്ചു വെളുപ്പകാലത്തെ നേരെ തിരുവനന്തപുരത്തേക്ക് വച്ചടിച്ചു. ഒരുപക്ഷെ ഞങ്ങളെ ഇനിയും കിടന്ന് അധികം നാറ്റിക്കാതെ ഒന്ന് എഴുന്നേറ്റ് പോയിക്കൂടെ എന്നൊരുപക്ഷെ MV ഗോവിന്ദൻ തന്നെ വീണ ജോർജിനോട് ചോദിച്ചിട്ടുണ്ടാവാം. എന്തായാലും ഉത്സവപ്പറമ്പിലെ നാടകവണ്ടി ഉത്സവമൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കണമല്ലോ. നമ്മുടെ വീണ ജോർജും ഉത്സവപ്പറമ്പിലെ നാടകാവതരണമൊക്കെ കഴിഞ്ഞ് കണ്ണൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് അങ്ങ് കെട്ടുകെട്ടി. അടുത്ത നാടകം കളിക്കാൻ മറ്റൊരു കളിക്കാരനെ എവിടെയോ ഒരുക്കി നിർത്തിയിട്ടുണ്ട് ഇതേ പാർട്ടി. അതെവിടെ തലപൊക്കും എന്ന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ICUവിൽ സാധാരണ ഒരു രോഗിക്കൊപ്പം 1-2 പേർ മാത്രമാണ് നിൽക്കാറുള്ളത്. എന്നാൽ വീണ ജോർജിന്റെ അടുക്കലേക്ക് വലിയ മനുഷ്യപ്രവാഹമായിരുന്നു. നേതാക്കളുടെ വലിയ പ്രവാഹം. ഒപ്പം നേഴ്സുമാരൊക്കെ നിന്ന് സെൽഫി എടുത്ത് ആഘോഷിക്കുന്നു. ഇതെന്തൊരു ആരോഗ്യ പരിചരണം! നാടകം പൊളിഞ്ഞ സ്ഥിതിക്ക് ആളുകളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത് നന്നായി. വലിയ ബിഗ് ബജറ്റ് പടമായിരുന്നു വീണ ജോർജും കൂട്ടരുമൊക്കെ പ്ലാൻ ചെയ്തത്. ഒപ്പം MP നികേഷ് കുമാറിന്റെ ബുദ്ധിയും. എല്ലാം പൊളിഞ്ഞടുങ്ങി എന്ന് മാത്രമല്ല, ഉളുപ്പില്ലാത്ത ഈ ഉളുക്ക് ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയായി. തിരുവനന്തപുരത്ത് ചെന്ന് ഒരു നാട്ടുവൈദ്യനെ വിളിച്ച് ഇത്തിരി കൊട്ടൻ ചുക്കാതി കഴുത്തിൽ തേച്ച് പിടിപ്പിച്ചാൽ എല്ലാ സ്പോണ്ടിലൈറ്റിസും ഒന്ന് പറക്കും. അത് മാത്രം മതി വീണെ. ICU കിടക്കയിൽ കയ്യിൽ കാനുലയൊക്കെ തിരികെ കയറ്റി വീണ ജോർജിന്റെ ഒരു സെൽഫി ഉണ്ട്. അതാണ് 1.5 സെൽഫി. ഒപ്പം നിൽക്കുന്ന 3 നേഴ്സുമാർ. എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. വീണ ജോർജിനൊപ്പം ആരോഗ്യ പ്രവർത്തകർ പകർത്തിയ ഈ സെൽഫി വലിയ പൊല്ലാപ്പായി മാറിയിരിക്കുന്നു. ഇന്നലെയാണ് ആരോഗ്യ പ്രവർത്തകർ തീവ്രപരിചരണ വിഭാഗത്തിൽ മന്ത്രി വീണ ജോർജിനൊപ്പം നിന്ന് സെൽഫി എടുത്തത്. മന്ത്രിയും ആരോഗ്യ പ്രവർത്തകരും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. ICUവിൽ കിടക്കുന്ന ഒരു രോഗിയെ താങ്ങിപ്പിടിച്ചെഴുന്നേൽപ്പിച്ച് അവരെ കൊണ്ട് ചിരിപ്പിച്ച് ഒരു സെൽഫി എടുക്കുക. എന്തൊരു ക്രൂരതയാണിത്! ഇപ്പോഴിതാ ആശുപത്രി സൂപ്രണ്ട് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ട് കഴിഞ്ഞു. മന്ത്രിക്ക് പരിക്കേറ്റ സംഭവത്തിൽ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി റെയിൽവേ പോലീസ് രേഖപ്പെടുത്തി. റെയിൽവേ CI സുധീർ മനോഹറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തിയത്. മന്ത്രിക്ക് പറ്റിയ മുറിവ് ആയുധമോ മറ്റെന്തെങ്കിലും കൊണ്ടോ ഉണ്ടായതാണോ എന്ന പോലീസിന്റെ ചോദ്യത്തിന് അത്തരം ആക്രമണ സ്വഭാവമൊന്നും ഈ വേദനയ്ക്കും മുറിവിനുമില്ല എന്ന് ഡോക്ടർമാർ പറയുന്നു. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളും അടിമുടി പരിശോധിക്കുകയാണ്. എന്നാൽ ഒരിടത്തും KSU പ്രവർത്തകർ മന്ത്രിയുടെ അടുക്കലേക്ക് അടുക്കുന്നതായി ഈ ദൃശ്യങ്ങളിലില്ല. റെയിൽവേ സ്റ്റേഷനിലെ 55 CCTV ക്യാമറകളിലുള്ള ദൃശ്യങ്ങളും അരിച്ചു പെറുക്കുകയാണ് പോലീസ് സംഘം. CCTVയിൽ നിന്ന് ഇതുവരെ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യം മാത്രം പോലീസ് സംഘത്തിന് ലഭിച്ചില്ല. ഈ ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. മന്ത്രിക്കൊപ്പം ICUവിൽ വെച്ച് നേഴ്സുമാർ എടുത്ത ചിത്രം വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചു. മന്ത്രി കയ്യിലൊരു സൂചി പോലും വെക്കാതെയാണ് സെൽഫിക്ക് ഫോഴ്സ് ചെയ്തത് എന്നതാണ് വിമർശനത്തിന്റെ കാതൽ. കണ്ണൂരിൽ നിന്ന് ഔദ്യോഗിക വാഹനത്തിലാണ് തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം മന്ത്രി യാത്ര തിരിച്ചത്. തുടർ ചികിത്സകൾ ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരിക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസ് പറയുന്നു. ഇന്നലെ രാത്രിയിൽ അടിയന്തരമായി ഓൺലൈനായി ചേർന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ ബോർഡ് യോഗത്തിലാണ് മന്ത്രിയെ ഡിസ്ചാർജ് ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നത്. ഇനിയും ആശുപത്രിയിൽ തുടർന്നാൽ അത് വലിയ വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും ഇടവരുത്തുമെന്ന് പാർട്ടിയും തിരിച്ചറിഞ്ഞു. മന്ത്രി വീണ ജോർജ് ആശുപത്രിയിലെത്തിയപ്പോൾ വലിയ ക്ഷീണവും മാനസിക വിഷമവും ഉണ്ടായിരുന്നുവെന്നാണ് ഒരു നേഴ്സ് ഇപ്പോൾ പറയുന്നത്. മന്ത്രിക്ക് മാനസിക വിഷമം ഉണ്ടാകാനിടയുണ്ട്. കാരണം വ്യാജ പരാതി നൽകി വ്യാജ ആരോപണങ്ങൾ ഉയർത്തിയാണ് മന്ത്രി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. മന്ത്രിയുടെ മാനസിക വിഷമം മാറ്റാൻ വേണ്ടിയാണ് തങ്ങൾ സെൽഫി എടുത്തത് എന്നാണ് ഒരു നേഴ്സിന്റെ വിശദീകരണം. മന്ത്രി ഗുരുതരമായ ശാരീരിക അവസ്ഥകളിലൂടെ കടന്നുപോകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നതിനിടയിൽ ഇത്തരത്തിൽ സെൽഫി എടുത്തത് അനാവശ്യമെന്നാണ് ഇപ്പോൾ പൊതുവിൽ ഉയരുന്ന വിമർശനങ്ങൾ. ഇനിയും ആശുപത്രിയിൽ തുടർന്നാൽ അപകടമാകും, നാണക്കേടുണ്ടാവും, അത് പാർട്ടിക്ക് കൂടുതൽ ക്ഷീണം വരുത്തുമെന്ന് CPM ഉന്നത നേതാക്കൾ തിരിച്ചറിഞ്ഞു. തുടർന്ന് രാത്രിയോടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടു എന്ന വാർത്തകൾ അവർ പുറത്തേക്ക് വിട്ടു. രക്തസമ്മർദ്ദം സാധാരണ നിലയിലായി. മന്ത്രിക്ക് മറ്റ് ആരോഗ്യക്കുഴപ്പങ്ങളില്ല. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഡിസ്ചാർജ് ചെയ്യാം എന്ന് ചാനലുകളിലൂടെ ആദ്യം വാർത്ത പരത്തി. സംഭവത്തിൽ വലിയ രാഷ്ട്രീയ പോരാണ് കേരളത്തിൽ നടക്കുന്നത്. മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യം പുറത്തുവിടുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗുമൊക്കെ. കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് വീണ ജോർജിന് നേർക്ക് നടന്നത് എന്ന ആരോപണത്തിൽ ഇപ്പോഴും CPM ഉറച്ചു നിൽക്കുന്നു. മറുവശത്ത് പാർട്ടി പ്രവർത്തകർ തന്നെ വീണ ജോർജിനെതിരെ അതിശക്തമായി പ്രതികരിക്കുകയാണ്. എന്തിനാണിവർ ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉയർത്തിയത്? ഒന്നാം പ്ലാറ്റ്ഫോമിലെ പ്രതിഷേധത്തിന് ശേഷം യാതൊരു കൂസലുമില്ലാതെ നേരെ മൂന്നാം പ്ലാറ്റ്ഫോമിലേക്ക്.
അവിടെ ചെന്നപ്പോൾ അവിടെ ഇതാ നിൽക്കുന്നു സ്പീക്കർ എൻ ഷംസീർ. തുടർന്ന് സ്പീക്കറുമായി എന്തോ ഗൂഢാലോചന. അതിനുശേഷം പെട്ടെന്ന് കഴുത്തിൽ ഉളുക്ക് വീണ് നിലത്തിരിക്കുന്ന വീണ ജോർജ്. ഇതിനിടയിൽ ആരുമായോ ഫോണിൽ സംസാരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഫോണിൽ ബന്ധപ്പെട്ടത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതോടെ വീണ ജോർജിന്റെ കഴുത്തുളുക്കി നേരെ ആശുപത്രിയിലേക്ക്. OV വിജയന്റെ ധർമ്മപുരാണം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. രാജകീയ ദർബാറിനിടയിൽ സിംഹാസനത്തെ വിറകൊള്ളിച്ചുകൊണ്ട് കീഴ്ശ്വാസം അനർഘ നിർഗളം ബഹിർഗമിച്ചു. പുറത്തേക്ക് വമിച്ച ദുർഗന്ധത്താൽ ദർബാറിലിരുന്ന പൗരപ്രമുഖരുടെയും സജീവോത്തമന്മാരുടെയും സേനാ നായകന്റെയും മനം പുരട്ടി. പക്ഷേ പ്രജാപതിയുടെ കീഴ്ശ്വാസം അത് രാജ കീഴ്ശ്വാസമാണ്. നെറ്റി ചുളിക്കാനും മുഖം കറുക്കാനും നിർവാഹമില്ല. ധനസജീവൻ ജയഭേരി മുഴക്കി ആദ്യം ആർത്തു വിളിച്ചു. പ്രജാപതിയുടെ കീഴ്ശ്വാസം അതിഗംഭീരം, സംഗീതാത്മകം. 14 ലോകത്തിലെ സുഗന്ധലേപനങ്ങളിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ മഹത്തായ ഗന്ധം. പ്രജാപതിയുടെ മുഖം തെളിഞ്ഞു. കൊട്ടാരം ദർബാറിന് പുറത്തുള്ള വിദൂഷകൻ അമിട്ട് മുഴങ്ങുന്ന ശബ്ദത്തിൽ പ്രജാരാജ്യത്തെ ജനങ്ങളെ വിളംബരം കൊട്ടി അറിയിച്ചു. പ്രജാപതി കീഴ്ശ്വാസം വിട്ടു. അത് രാജകീയ കീഴ്ശ്വാസമാണ്. ജനങ്ങൾക്കും രാജ്യത്തിനും വേണ്ടിയുള്ള കീഴ്ശ്വാസം. അതിനെ കുറ്റപ്പെടുത്തുന്നവർ ദേശദ്രോഹികൾ. നാറ്റം കൊട്ടാരക്കെട്ടും കടന്ന് രാജ്യമാകെ പരന്നു. പ്രജാപതി ഭക്തർ ദുർഗന്ധത്തെ സുഗന്ധമെന്ന് വാഴ്ത്തിപ്പാടി. ദുർഗന്ധം തിരിച്ചറിഞ്ഞ ജനങ്ങൾ അസ്വസ്ഥരായി. സ്തുതിപാഠകരുടെ മുഖസ്തുതിയിൽ മനം നിറഞ്ഞ പ്രജാപതി കീഴ്ശ്വാസം നിരന്തരം വിട്ടു. ദിവസം ചെല്ലുന്തോറും നാറ്റത്തിന്റെ തീഷ്ണത കൂടി വന്നു. പ്രജാപതിയുടെ കീഴ്ശ്വാസ ദുർഗന്ധത്തെ കുറ്റപ്പെടുത്തുന്നവരെ രാജ്യദ്രോഹികളാക്കി മുദ്ര കുത്തി ചിത്രവധം ചെയ്തു. എതിർക്കുന്നവരെ കണ്ടെത്താൻ ഭാഗവതർ സൈന്യത്തെ പ്രച്ഛന്നവേഷം കെട്ടിച്ച് രാജ്യമെമ്പാടും അയച്ചു. ഗ്രാമസഭകളിൽ, നഗരവീഥികളിൽ, ജനപദങ്ങളിൽ പ്രജാപതിയുടെ കീഴ്ശ്വാസ ദുർഗന്ധത്തെ കുറ്റപ്പെടുത്തിയവരെ അവർ ഭേദ്യം ചെയ്തു. സ്തുതിപാഠകരുടെ മുഖസ്തുതിയിൽ മണ്ടൻ പ്രജാപതി നിരന്തരം കീഴ്ശ്വാസം വിട്ടുകൊണ്ടേയിരുന്നു. രാജ്യം ദുർഗന്ധത്താൽ വീർപ്പുമുട്ടി പുഴുത്തുനാറി. അപ്പോഴും രാജകിങ്കരന്മാരും രാജഭക്തന്മാരും സ്തുതിഗീതം പാടി നടന്നു. നാറ്റമറിയാത്ത പ്രജാപതി ഭക്തർ അയൽ നാടുകളിലിരുന്ന് പ്രജാപതിക്ക് ജയഭേരി മുഴക്കി ആർപ്പ് വിളിച്ചു. പ്രജാപതി നീണാൽ വാഴട്ടെ. ഉളുപ്പില്ലാത്ത ഈ ഉളുക്ക് കാണുമ്പോൾ ഇതല്ലാതെ മറ്റെന്താണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.